പണ്ട് ഏത് അധിനിവേശങ്ങളിലും യുദ്ധങ്ങളിലുമെല്ലാം അമേരിക്കയോടൊപ്പം തുള്ളാനിറങ്ങുന്നത് യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു. അമേരിക്ക സമാധാന സേന, ശാശ്വത വികസന സേന, ശാശ്വത സ്ഥിരീകരണ സേന എന്നൊക്കെ പറഞ്ഞ് ഏത് സേനയുണ്ടാക്കിയാലും യൂറോപ്യൻ രാജ്യങ്ങളെല്ലാവരും അതിൻ്റെ പിന്നാലെ പായുമായിരുന്നു. അത് അമേരിക്കയ്ക്ക് ഒരു സൗകര്യമായിരുന്നു. സാമ്പത്തിക ചെലവുകൾ ഷെയർ ചെയ്യപ്പെടും, ആയുധങ്ങളും മറ്റുള്ളവയുമൊക്കെ ഉപയോഗിക്കാം. പിന്നെ ആ കയറുന്ന രാജ്യത്തു നിന്ന് മോഷ്ടിക്കുന്ന റിസോഴ്സസ് ഒന്നും അവർക്കാർക്കും കൊടുക്കാതെ അമേരിക്കയ്ക്ക് സ്വന്തമാക്കുകയും ചെയ്യാം. പക്ഷേ ഈ ലാഭക്കച്ചവടം പൊളിഞ്ഞത് ഈ ഇറാൻ അധിനിവേശത്തിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പൊളിഞ്ഞത് എന്നുള്ളതിനെ സംബന്ധിച്ച് സത്യത്തിൽ ഈ യുദ്ധത്തിലെ ഇറാൻ്റെ ചെറുത്തുനിൽപ്പ് പോലെ തന്നെ ലോകത്തെ ഞെട്ടിച്ചൊരു സംഭവമാണ് അമേരിക്കയുടെ നിലപാടിനോട് യൂറോപ്യൻ യൂണിയനും യൂറോപ്യൻ സമൂഹവും യൂറോപ്പിലെ രാജ്യങ്ങളും സ്വീകരിച്ചൊരു നിലപാട്. രണ്ട് എക്സ്ട്രീം എടുത്ത് നോക്കിയാൽ ആകെ ജർമ്മനി മാത്രമാണ് വളരെ കോഷ്യസായിട്ടാണെങ്കിലും ഒന്ന് അമേരിക്കൻ നിലപാടുകളോട് ഒരു ചെറിയ യോജിപ്പിൻ്റെ മണം പ്രകടിപ്പിച്ചത്. മണം പ്രകടിപ്പിക്കാനേ നിർവാഹമുള്ളൂ, മണപ്പിക്കാനൊന്നും കയ്യിലില്ല. അതിൻ്റെ കഥ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. എന്നാൽ മറുവശത്ത് സ്പെയിനിനെ പോലെയുള്ള രാജ്യങ്ങൾ വളരെ കടുത്ത ഭാഷയിൽ ഇനി നിങ്ങളുമായി ഇത്തരം ഒരു കച്ചവടത്തിനില്ല, ഒരു അധിനിവേശവുമില്ല, ബേസും തുറന്നു തരില്ല, ഒരു വ്യോമപാതയും അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം നിലപാട് സ്വീകരിച്ചു. ബാക്കി രാജ്യങ്ങളെല്ലാം ഇതിനിടയിലാണ് നിന്നത്. എന്ന് വെച്ചാൽ ആരും അമേരിക്കൻ മാമ എന്ന് പറഞ്ഞ് ചാടി അമേരിക്കയുടെ മുകളിലേക്ക് കയറുന്ന ഒരു ഏർപ്പാട് സ്വീകരിച്ചില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ യുദ്ധം സമാപിക്കുന്ന വേളയിൽ വിവിധങ്ങളായ ആളുകൾ വിവിധ രീതിയിൽ വിലയിരുത്തിയിട്ടുണ്ട്. അതിന് പ്രധാനമായും 6 കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിൽ ഒന്നാമത്തെ കാരണം അവരെ ആരെയും അമേരിക്കയും ഇസ്രയേലും ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് കൺസൾട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. അവരോടാരോടും ഒരു വാക്കും പറഞ്ഞില്ല. അവർക്കാർക്കും ബോധ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവും ആ മേഖലയിൽ ഉണ്ടായിരുന്നില്ല. പണ്ട് ഇറാഖിൻ്റെ കുവൈറ്റ് ആക്രമണമൊക്കെ വരുമ്പോൾ ആ ഇൻസ്റ്റബിലിറ്റി അല്ലെങ്കിൽ ആ അധിനിവേശത്തെ സംബന്ധിച്ച് ആ മേഖലയിലുള്ള രാജ്യങ്ങൾക്കൊരു ധാരണയുണ്ട്. ഇവിടെ അങ്ങനെ രാജ്യങ്ങൾക്കാർക്കും ഒരു ധാരണയില്ല. ഇറാനെ അടച്ചുപൂട്ടി 10-45 വർഷമായി, ഏതാണ്ട് 5 പതിറ്റാണ്ടായി അവരെ ഉപരോധത്തിൽ വെച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് പുതിയ ഡെവലപ്മെൻറ്റ്സ് ഒന്നുമില്ല. ഇടയ്ക്ക് കയറി ഒരു അടിയടിച്ചു. അമേരിക്ക അണുവായുധ കേന്ദ്രങ്ങൾ ആക്രമിച്ച് ഇനി അവർക്ക് അണുവായുധം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ പിന്നെ അതിനപ്പുറത്ത് എന്താണിത്, അങ്ങനെയൊരു സാഹചര്യം അവരെ ബോധ്യപ്പെടുത്താനോ അവരറിഞ്ഞതോ ഇല്ല. അവരും യഥാർത്ഥത്തിൽ ബാക്കി എല്ലാ രാജ്യങ്ങളെയും പോലെ ഒരു ഭരണകൂടത്തെ ആക്രമിക്കുക, കൊട്ടാരം തകർക്കുക, അവിടുത്തെ ഒരു വൃദ്ധനായ ഭരണാധികാരിയെ കൊല്ലുക എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയോട് ഒരു വേറൊരു ഡിഫറൻ്റ് ആറ്റിറ്റ്യൂഡ് സ്വീകരിച്ചു. എന്ന് മാത്രമല്ല, ഇപ്പോൾ യൂറോപ്പിലെയൊക്കെ ഭരണാധികാരികളിൽ പലരും പഴയ കാലത്തെ കൊള്ളക്കാർ, പഴയ കാലത്തെ പിടിച്ചുപറിക്കാരിൽ നിന്ന് മാറി വേറൊരു മൈൻഡ് സെറ്റുള്ള ഒരു ചിന്താഗതിയൊക്കെ വന്നു കഴിഞ്ഞു. അവിടെയാണല്ലോ ന്യൂയോർക്കിൽ സൊഹ്റാൻ മംദാനി ജയിക്കുന്നതും പാരീസിൽ സാദിഖ് ഖാനൊക്കെ ആവുന്നതും എല്ലാം അതിൻ്റെ ഭാഗമായിട്ടാണ്. അതാണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. രണ്ടാമത്തേത് ഈ പറയുന്ന ഉക്രൈൻ ഇഷ്യൂ. ഉക്രൈനെ യഥാർത്ഥത്തിൽ അങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്തി അടി വാങ്ങിച്ചു കൊടുക്കുകയായിരുന്നു റഷ്യയുടെ കയ്യിൽ നിന്ന്. ആ അടി വാങ്ങിച്ചു കൊടുത്തിട്ട് ആ ഉക്രൈനെ സഹായിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഉക്രൈന് മേലിൽ സാമ്പത്തിക സഹായം നൽകില്ലെന്നും ഉക്രൈനെ സഹായിക്കില്ലെന്നും ഉക്രൈൻ്റെ പ്രസിഡൻ്റ് സെലസ്കി വന്നപ്പോൾ വളരെ മോശമായ രീതിയിൽ ട്രംപ് വൈറ്റ് ഹൗസിൽ വെച്ച് പെരുമാറിയതിൻ്റെ വീഡിയോ ഉൾപ്പെടെ ലോകം എല്ലാവരും കണ്ടതാണ്. ഈ യുദ്ധം തുടങ്ങിയാൽ ആ യുദ്ധത്തിലൂടെ വീണ്ടും ഇറാൻ അവരുടെ നിലനിൽപ്പിന് വേണ്ടി എണ്ണ വില കുറച്ച് റഷ്യയ്ക്ക് നൽകുമെന്നും റഷ്യ അത് വൻവിലയ്ക്ക് വിൽക്കുമെന്നും ഇറാൻ തടസ്സപ്പെടുമ്പോൾ റഷ്യൻ എണ്ണയ്ക്ക് നല്ല വില കിട്ടുമെന്നും അത് റഷ്യയെ കൂടുതൽ സാമ്പത്തികമായി ശക്തിപ്പെടുത്തുമെന്നും ആ ശക്തിപ്പെടുത്തുന്നതിലൂടെ ഉക്രൈനെ വീണ്ടും അവർ ആഞ്ഞടിക്കുമെന്നും ഉള്ള ബോധ്യമുള്ളതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഈ സെലൻസ്കിക്ക് പറ്റിയ അബദ്ധം, ആ കാണിച്ച ദ്രോഹം, ആ ക്രൂരത അവർക്ക് പൊറുക്കാനാവുന്നതല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രംപിനോട് അവർക്ക് ചേർന്ന് നിന്ന് ഒരു നിലപാട് സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. മൂന്നാമത്തെ കാര്യം, എല്ലാ കാലത്തും അമേരിക്കൻ പ്രസിഡൻറ്റുമാർ യൂറോപ്പിനെ തങ്ങളുടെ മക്കളാണ്, തങ്ങളുടെ കുട്ടികളാണെന്ന രീതിയിലാണ് കാണുന്നതെങ്കിൽ ട്രംപ് ഒരു തികഞ്ഞ കച്ചവടക്കാരനെ പോലെ ഗ്രീൻഫീൽഡ് വേണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ യൂറോപ്യൻ പങ്കാളിയുടെ കയ്യിലിരിക്കുന്ന ഗ്രീൻഫീൽഡ് പോലും അടുത്തത് പിടിച്ചെടുക്കും എന്നൊക്കെ പ്രസ്താവന നടത്തുന്നവൻ
അടി കൊണ്ട് പുളിയും കുടിക്കട്ടെ എന്നല്ലേ അവർ ആഗ്രഹിക്കൂ. അതാണ് മൂന്നാമത്തെ കാര്യം. എന്ന് പറഞ്ഞാൽ വിശ്വസ്തനായ തങ്ങൾക്ക് ബോധ്യമുള്ള ഒരു പങ്കാളിയായി അമേരിക്ക മാറിയില്ല. നാലാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, തങ്ങളുടെ സൈനികർ ഇതുപോലെ അമേരിക്ക പറയുന്നത് കേട്ട് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും പോയി നൂറുകണക്കിന് സൈനികരാണ് അവിടെ വെച്ച് പൊട്ടിത്തെറിച്ചതും മരണപ്പെട്ടതുമല്ല. ആത്യന്തികമായി അതുകൊണ്ട് യൂറോപ്പിന് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഉണ്ടപ്പപ്പടം കിട്ടി. അമേരിക്കയ്ക്ക് തങ്ങളുടെ അധീശത്വം സ്ഥാപിക്കാനായി, ആയുധങ്ങൾ വിൽക്കാനായി, അവിടെ നിന്ന് പല റിസോഴ്സസും മോഷ്ടിക്കാനായി, ഇറാഖിൻ്റെ പണം കൊള്ള ചെയ്യാനായി, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കറുപ്പും മയക്കുമരുന്നുമൊക്കെ വിൽക്കാൻ ആ മാർക്കറ്റിൽ ഇടപെടാനായി. അല്ലാതെ ഇവർക്കെന്ത് പറ്റി? ഇവർ വെറുതെ അടിക്കാൻ പോകുന്നു, അവിടെ കിടന്ന് അടിയേറ്റ് ഇവർ പലരും മരിക്കുന്നു, ആ ബോഡി ഇവിടെ എത്തുന്നു, പതാക പുതപ്പിക്കുന്നു. ഒന്നാമത് ജനസംഖ്യ പോലും ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് ഈ പതാക പുതപ്പിക്കലും പെട്ടിവരലും നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പെട്ടി വന്ന് കണ്ട് ഇനിയും വരുത്താൻ ഇറാനിലേക്ക് പെട്ടി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നവർ തീരുമാനിച്ചതാണ് നാലാമത്തെ കാരണം. അഞ്ചാമത്തെ കാരണം അവരുടെ എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റിയാണ്. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും വളരെ പ്രതിസന്ധിയാണ്. ജർമ്മനിയൊക്കെ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. അവർക്കൊക്കെ എനർജി, ഫ്യുവൽ ഒരു പ്രധാനപ്പെട്ട റിക്വയർമെൻറ്റാണ്. അവരെല്ലാം ഈ അമേരിക്കൻ കൊള്ളക്കാരൻ്റെ നിന്നാണ് വാങ്ങേണ്ടത്. ആ കച്ചവടത്തിലൊന്നും ഒരു ലാഭവും അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെയൊക്കെ പല ഫാക്ടറികളും പ്രവർത്തിപ്പിക്കാനാവാതെ ഈ എനർജി കോസ്റ്റ് കൊണ്ട് വല്ലാതെ പെട്ടുകിടക്കുകയാണ്. നമ്മുടെ രാജ്യത്തും വരാൻ പോകുന്നൊരു സ്ഥിതിവിശേഷത്തെയാണ് ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നത്. ആ ഒരു എക്കണോമിക് റിസഷൻ വീണ്ടും ഒരു യുദ്ധത്തിലൂടെ വഷളാകും, അത് വേഗത്തിലാവും, അതിന് നിൽക്കുന്നില്ല എന്ന് അവർ തീരുമാനിച്ചതാണ് അഞ്ചാമത്തെ പോയിൻ്റ്. ആറാമത്തെ പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ മിഡിൽ ഈസ്റ്റിലുണ്ടാകുന്ന ഏത് ഇൻസ്റ്റബിലിറ്റിയും അത് ഒരുപാട് അഭയാർത്ഥികളെ സൃഷ്ടിക്കും. ഈ അഭയാർത്ഥികളെല്ലാം തങ്ങളുടെ വാതുക്കൽ, തങ്ങളുടെ പടിവാതുക്കൽ, തങ്ങളുടെ രാജ്യത്തേക്ക് ഇരച്ചു കയറും. എത്ര പേരെ കൊല്ലും? എത്ര പേരെ പിടിച്ച് ജയിലിലിടും? എത്ര പേരെ ഓടിക്കാൻ പറ്റും? അത് ആ രാജ്യത്തിൻ്റെ മുഴുവൻ സ്ഥിതിഗതികളെയും ബാധിക്കും. അതുകൊണ്ട് യുദ്ധം വഷളാക്കാനോ യുദ്ധത്തിൽ ഇടപെടാനോ തങ്ങളില്ല എന്ന തീരുമാനമെടുക്കുകയായിരുന്നു യൂറോപ്പ്. ചുരുക്കത്തിൽ യൂറോപ്പ് എന്ന ഒരു സംഗതി ഈ യുദ്ധത്തിൽ ഒട്ടും പ്രസക്തമല്ലാത്ത വിധം ഒരു നിലപാട് സ്വീകരിച്ച് അവരവരുടെ കാര്യം നോക്കി എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ട്രംപ് പൊട്ടിത്തെറിച്ചതും, ആരും ബോട്ട് വിട്ടു തരുന്നില്ല, ആയുധങ്ങൾ തരുന്നില്ല, ഹോർമുസ് തുറക്കുന്നില്ല, ഓടിവായോ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചത്. ഓടിവായോ എന്ന് വിളിച്ചവരോട് അങ്ങ് ഓടിച്ചെല്ലാൻ ഇസ്രയേലിനോട് എല്ലാവരും കൂടെ പറഞ്ഞതല്ലാതെ ഇവരാരും പോയില്ല എന്നതാണ് സത്യം.